नमस्कारम तिरुवनंतपुरम। भगवान पद्मनाभ स्वामी की इस पावन भूमि पर आना मेरा बहुत बड़ा सौभाग्य है। मैं संत श्री नारायण गुरु जी के ज्ञान, महात्मा अयंगकली के मार्गदर्शन और मन्नथु पद्मनाभन जी के निस्वार्थ सेवा भाव का भी वंदन करता हूं। आज वसंत पंचमी सरस्वती पूजा का पावन पर्व भी है। ये महामाघ महोत्सवम उसका भी समय है। मैं केरला के लोगों को इन पर्वों की हार्दिक शुभकामनाएं देता हूं। आज नेताजी सुभाष चंद्र बोस जी की जन्म जयंती भी है। हम इसे पराक्रम दिवस के रूप में मनाते हैं। मैं सभी देशवासियों को पराक्रम दिवस की बहुत बहुत बधाई देता हूं। നമസ്കാരം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ വരിക എന്നത് എന്റെ സൗഭാഗ്യമാണ്. നാരായണ ഗുരുദേവന്റെ അറിവിന് മുന്നിൽ, മഹാത്മാ അയ്യൻകാളിയുടെ മാർഗദർശനത്തിനു മുൻപിൽ മന്നത്ത് പത്മനാഭന്റെ മണ്ണിൽ വരിക എന്നത് എന്റെ സൗഭാഗ്യമാണ്. നാരായണ ഗുരുദേവന്റെ അറിവിന് മുന്നിൽ, മഹാത്മാ അയ്യൻകാളിയുടെ മാർഗദർശനത്തിനു മുൻപിൽ മന്നത്ത് പത്മനാഭന്റെ നിസ്വാർത്ഥ സേവനത്തിനു മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. ഇന്ന് വസന്ത പഞ്ചമി ദിവസമാണ്. സരസ്വതി പൂജയുടെ പാവനമായ ദിവസം കൂടിയാണ് ഇന്ന്. അതോടൊപ്പം മഹാമാഘ മഹോത്സവവും നടക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഈ മഹോത്സവങ്ങളുടെ എല്ലാ പേരിലുള്ള എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. അതോടൊപ്പം ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിവസമാണ്. ഇന്ന് രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിന ദിവസത്തെ പരാക്രമ ദിവസം എന്ന പേരിലാണ് ആഘോഷിക്കുന്നത്. രാജ്യത്തെ എല്ലാവർക്കും നേതാജിയുടെ ജന്മദിനമായ പരാക്രമ ദിവസത്തിന്റെ ആശംസകളും ഞാൻ നേരുകയാണ്. मुझे लगता है कोई इफेक्ट आ रही है। जो माइक वाले हैं जरा उसको ठीक करें। മൈക്ക് ये संगीत पार्टी में तो इको इफेक्ट चाहिए, यहां क्या जरूरत है? समझाइए इनको। പറയുന്ന പരിഭാഷപ്പെടുത്തുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് കേൾക്കുന്നില്ല, നല്ല രീതിയിൽ കേൾക്കുന്നില്ല. മൈക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാണ്. എക്കോ കുറച്ചാൽ മതി. എക്കോ. मैं मेरा भाषण शुरू करने से पहले आज मेरे लिए बहुत भावुक पल है। लाखों कार्यकर्ताओं का परिश्रम रंग ला रहा है। आज मैं सबसे पहले केरला की तिरुवनंतपुरम की जनता को, हमारे लाखों समर्थकों को, साथियों को मेरा भाषण शुरू करने से पहले बहुत ही आदरपूर्वक नमन करना चाहता हूं। ഇന്ന് ഈ തിരുവനന്തപുരത്തെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഏറെക്കാലത്തെ പ്രയത്നം നിറമണിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഏറെ ആദരപൂർവ്വം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം അർപ്പിക്കുന്നു. एंडे, 'सुहृदगळे,
मैं जब भी केरला आता हूं, आपका स्नेह, आपका स्वागत गर्मजोशी से भरा होता है और आज आपका उत्साह और भी स्पेशल है। आज मुझे यहां एक नई ऊर्जा दिख रही है। आज मुझे यहां एक नई होप दिख रही है। आपका ये जोश, ये विश्वास दिलाता है कि अब केरला में परिवर्तन होकर रहेगा। സുഹൃത്തുക്കളെ, और साथियों, कुछ यहां जो लेफ्टिस्ट इकोसिस्टम होगा, उनको शायद आज मेरी बात गले नहीं उतरेगी, लेकिन मैं आपको बड़ी मजबूती के साथ, तथ्य और तर्क के साथ मेरी इस बात की ताकत क्या है वो बताना चाहता हूं। 1987 के पहले गुजरात में बीजेपी एक हाशिए की पार्टी थी। अखबार में 2 लाइन भी नहीं छपती थी। 87 में पहली बार भाजपा ने अहमदाबाद म्युनिसिपल कॉरपोरेशन में विजय प्राप्त की, जैसे आज आपने तिरुवनंतपुरम में विजय प्राप्त की है। और वहीं से गुजरात में जो सिलसिला चला, लोगों ने हमारे काम को देखा, हमारे आचरण को परखा और उसका परिणाम है कि आज पिछले कई दशकों से वहां की जनता ने हमें सेवा का मौका दिया था। शुरुआत एक शहर से हुई थी, केरला में भी शुरुआत एक शहर से हुई है, और इसलिए मैं कहता हूं अब केरला भारतीय जनता पार्टी पर अभूतपूर्व विश्वास करके हमारे साथ जुड़ चुका है। പ്രിയപ്പെട്ടവരെ, ഞാൻ കേരളത്തിൽ വരുമ്പോഴെല്ലാം നിങ്ങൾ സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ സ്വീകരണമാണ് എനിക്ക് നൽകാറുള്ളത്. എന്നാൽ ഇത്തവണ നിങ്ങളുടെ ആവേശം ഏറെ പ്രത്യേകതയുള്ളതാണ്. ഇന്ന് നിങ്ങളിൽ ഒരു പുതിയ ഊർജ്ജം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളിൽ ഇന്ന് ഒരു പുതിയ പ്രതീക്ഷ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഈ ആവേശം കാണുമ്പോൾ എനിക്കുറപ്പാണ് കേരളത്തിൽ ഇത്തവണ പരിവർത്തനമുണ്ടാകുക തന്നെ ചെയ്യുമെന്ന കാര്യം എനിക്കുറപ്പാണ്. ഞാൻ എന്റെ എല്ലാ ഉറപ്പോടും കരുത്തോടും കൂടി നിങ്ങളോട് പറയുന്നു, 1987 മുൻപ് ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് തോൽവികൾ ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. പത്രത്താളുകളിൽ പോലും ഇടം പിടിക്കാൻ പറ്റില്ലാത്ത ഒരു പാർട്ടിയായിരുന്നു. 1987 ആദ്യമായി അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയാണ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചത്. അതുപോലെ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം വിജയം നേടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗുജറാത്ത് തുടങ്ങിയത്. ഗുജറാത്തിലെ ജൈത്രയാത്ര അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് നാം തുടങ്ങിയത്. ആ അഹമ്മദാബാദിലെ ജനങ്ങൾ, ഗുജറാത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം കണ്ടു, അവരതിനെ വിലയിരുത്തി. അതിനുശേഷം അവർ നമുക്ക് തുടർച്ചയായി അവരെ സേവിക്കാനുള്ള അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങിയ ജൈത്രയാത്രയാണ് ഇന്ന് നാം ഗുജറാത്തിൽ തുടർച്ചയായി ഭരിക്കുന്നതിൽ എത്തി നിൽക്കുന്നത്. അതേപോലെ ഇന്ന് കേരളത്തിലും നാം ഒരു പട്ടണത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എനിക്കുറപ്പുണ്ട്, ഇന്ന് കേരളം ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. मेरे साथ बोलिए, भारत माता की जय, भारत माता की जय, भारत माता की जय. एनडीए സുഹൃത്തുക്കളെ, तिरुवनंतपुरम में बीजेपी की जीत साधारण नहीं है। यह ऐतिहासिक है
अभूतपूर्व है। तिरुवनंतपुरम ने केरला में बीजेपी सरकार की नींव डाल दी है। तिरुवनंतपुरम नगर निगम में आपने बीजेपी को सेवा करने का अवसर दिया। इसकी गूंज केरल में ही नहीं बल्कि पूरे देश में सुनाई दे रही है। ये गुड गवर्नेंस के लिए काम करने वाली पार्टी की जीत है। ये जीत विकसित केरला बनाने के संकल्प की जीत है और ये जीत एलडीएफ और यूडीएफ के करप्शन से केरला को मुक्त करने के कमिटमेंट की जीत है। मैं बीजेपी पर भरोसा जताने के लिए यहां के हर मतदाता का, एवरी वोटर का अभिनंदन करता हूं। नन्हे തിരുവനന്തപുരം പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം അസാധാരണമാണ്, ഐതിഹാസികമാണ്, അത്ഭുതപൂർവമാണ്. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിന് തിരുവനന്തപുരം അടിത്തറയിട്ട് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ നിങ്ങളെ സേവിക്കാൻ ഒരവസരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ബിജെപിയുടെ വിജയകാഹളം കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ ഇന്ന് അലയടിക്കുകയാണ്. ഇത് സദ്ഭരണത്തിനായി യത്നിക്കുന്ന പാർട്ടിയുടെ വിജയമാണ്. വികസിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വിജയമാണിത്. ഇടത് വലത് അഴിമതി ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള വിജയം കൂടിയാണ് ഇത്. ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച തിരുവനന്തപുരത്തെ ഓരോ വോട്ടറെയും ഞാൻ അഭിനന്ദിക്കുന്നു. തിരുവനന്തപുരത്തിന് നന്ദി, നന്ദി തിരുവനന്തപുരം. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके। बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ ഒരു यहाँ ये मैडम भी कुछ देना चाहती है लग रहा है। वो बड़ा किताब बना करके लाई लगती है। എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ ഒരു കൊച്ചുകുഞ്ഞ് കുറെ നേരമായി ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. മകനെ, നിന്റെ കൈ കഴിക്കും, അവിടെ ഇരിക്കുക. ഞാൻ ഇവിടെ എസ് പി ജിയോട് പറയുന്നുണ്ട്, നിന്റെ ആ ചിത്രം ഇവിടെ ഏൽപ്പിക്കുക. ആ ചിത്രം തരുമ്പോൾ അതിന്റെ പിറകിൽ നിന്റെ അഡ്രസ്സും മകന്റെ കുഞ്ഞിന്റെ അഡ്രസ്സ് കൂടി അതിൽ എഴുതണം. ഞാൻ കുഞ്ഞിനെ കത്തയക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു മാഡം ഏതോ ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. जरा कोई कलेक्ट कर ले इसको। ആരെങ്കിലും അതൊന്ന് കളക്ട് ചെയ്യണം. मैं जानता हूं, मैं देश भर में जहां भी जाता हूं, बहुत से युवा, बहुत से बालक अपनी भावना प्रकट करते हैं और मैं जानता हूं कि इसके बाद कुछ मुझको विशेष प्रेम करने वाले लोग भांति भांति के रील बनाते हैं। कोई इसको प्री प्लान बड़ा ड्रामा है ऐसा कहते हैं। ये सारी गालियां मैं सुनता हूं। क्यों? क्योंकि मैं आपके प्यार को समझता हूं। इन छोटे छोटे बच्चों की भावनाओं को समझता हूं और इसलिए रील बनाने वालों की गालियां तो खाता रहूंगा, लेकिन अगर किसी बच्चे ने 2 दिन 3 दिन इस प्रकार से प्यार से मेहनत की है, मैं उसका अपमान नहीं कर सकता, मैं इसको दुखी नहीं कर सकता। रील जितने ही बनने हैं बन ले, जनता के प्रति मेरी जो जिम्मेवारी है और जनता का मेरे प्रति जो भाव है, वो इन रील से हजारों लाखों गुना अधिक ताकतवर है। ഞാൻ
രാജ്യത്തെ എല്ലായിടത്തും പോകുന്നിടത്ത്, രാജ്യത്തെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്നിടത്ത് എല്ലായിടത്തും യുവാക്കളും കുട്ടികളുമൊക്കെ അവരുടെ സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ സ്നേഹം ചിത്രങ്ങളായും പലവിധങ്ങളായ അവരുടെ ക്രിയേഷനായും ഒക്കെ എനിക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ റീൽസിൽ കൂടിയൊക്കെ അപമാനിക്കുന്നവരും ഇതൊക്കെ ഡ്രാമയാണ് എന്ന് പറയുന്നവരും ഒക്കെ ഈ രാജ്യത്തുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരോട്, എന്നെ വിശ്വസിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എത്ര റീൽസ് ഉണ്ടാക്കി അപമാനിക്കാൻ ശ്രമിച്ചാലും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റീൽസ് ഉണ്ടാക്കിക്കൊള്ളൂ. അതിലും എത്രയോ 1000 മടങ്ങാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. അവരോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സ്നേഹത്തോട് 1000 മടങ്ങ് എനിക്ക് വിധേയത്വമുണ്ട്. साथियों, तिरुवनंतपुरम के साथ दशकों से एलडीएफ और यूडीएफ ने बहुत अन्याय किया है. लेफ्ट और कांग्रेस ने, करप्शन ने तिरुवनंतपुरम को बेसिक सुविधाओं में भी पीछे रखा. लेकिन अब ऐसा नहीं होगा. यहां बीजेपी की हमारी टीम ने विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए. मारा तदीनी मारूम. जो अब तक नहीं बदला वो अब बदलेगा. तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा. I extend my full support to make Tiruvananthapuram one of the best cities of India. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ഇടത് വലത് മുന്നണികൾ തിരുവനന്തപുരത്തോട് അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അഴിമതി മൂലം തിരുവനന്തപുരം അടിസ്ഥാന സൗകര്യ മേഖലയിൽ പോലും പിന്നാക്കം പോയി. എന്നാൽ ഇനി മുതൽ അങ്ങനെയാവില്ല. വികസിത തിരുവനന്തപുരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാം, മാറാത്തത് ഇനി മാറും. ഇതുവരെ മാറാത്തത് എന്തായിരുന്നു, അത് മാറി തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ രാജ്യത്തിനും മാതൃകയായി തിരുവനന്തപുരം ഇനി മാറുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള തിരുവനന്തപുരത്തിന്റെ പരിശ്രമത്തിന് ഞാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. एनडीए शोरुत गढ़े आने वाले चुनाव केरला की दशा और दिशा को बदलने का चुनाव है. जब केरला के फ्यूचर की बात आती है तो आपने अब तक 2 पक्ष ही देखे हैं. एक तरफ एलडीएफ और दूसरी तरफ यूडीएफ, और इन दोनों ने बारी बारी से केरला को तबाह किया है. लेकिन एक तीसरा पक्ष भी है. वो पक्ष डेवलपमेंट का है, गुड गवर्नेंस का है, बीजेपी एनडीए का है. एलडीएफ और यूडीएफ के लोगों ने केरला को करप्शन, कुशासन और अपीजमेंट की खतरनाक राजनीति में झोंक दिया है. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ തലവരെയും ഭാവിയും മാറ്റാൻ പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ കേരളത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ, കേരളത്തിന്റെ ഭാവിയെപ്പറ്റി പറയുമ്പോഴൊക്കെ നാം 2 പക്ഷത്തെപ്പറ്റി മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. 2 പക്ഷത്തെ മാത്രമായിരുന്നു നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വശത്ത് ഇടതുപക്ഷം, മറുവശത്ത് വലതുപക്ഷം. ഇവർ രണ്ടുപേരും കൂടി കേരളത്തെ മാറി മാറി ഭരിച്ച് തകർത്തെറിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടിയുണ്ട്.
ആ പക്ഷം വികസനത്തിന്റെ പക്ഷമാണ്, സദ്ഭരണത്തിന്റെ പക്ഷമാണ്. ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDAയുടെ പക്ഷമാണ്. ഇടതു വലതു മുന്നണികൾ കേരളത്തെ അഴിമതിയിൽ, ദുർഭരണത്തിൽ, അപകടകരമായ പ്രീണന രാഷ്ട്രീയത്തിലൊക്കെ മുക്കി തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, LDF और UDF इन दोनों के झंडे अलग है, सिंबल अलग है, लेकिन इनकी पॉलिटिक्स, इनका एजेंडा एक ही है. झंडा अलग है, एजेंडा एक है. फुल करप्शन, जीरो अकाउंटेबिलिटी, फुल कम्युनलिज्म, जीरो रिस्पॉन्सिबिलिटी. LDF और UDF को पता है कि 5 या 10 साल बाद उन्हें ही मौका मिलता है. इसलिए यहां सरकार तो बदलती है, लेकिन सिस्टम वही रहता है. अब आपको सही मायने में नई सरकार बनानी है. केरला के लिए प्रो पीपल, प्रो डेवलपमेंट सरकार बनानी है. और ये काम बीजेपी, NDA यही कर सकती है. പ്രിയപ്പെട്ടവരെ, CPM-ന്റെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പതാകകൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാം, ചിഹ്നം രണ്ടായിരിക്കാം. എന്നാൽ ഇവരുടെ രാഷ്ട്രീയം, ഇവരുടെ അജണ്ട ഒന്നു തന്നെയാണ്. ഒരു വശത്ത് ആരോടും കടപ്പാടില്ലാത്ത സമ്പൂർണ്ണ അഴിമതി, ആരോടും ഉത്തരവാദിത്തമില്ലാത്ത സമ്പൂർണ്ണ വർഗീയത. ഇവരെ രണ്ടുപേരും സാധാരണ ധരിക്കുന്നത് 5-10 വർഷം കാത്തിരുന്നാലും വീണ്ടും ഭരിക്കാൻ അവസരം കിട്ടുമെന്നാണ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷ. അതുകൊണ്ടാണ് നാളിതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മാറിയെങ്കിലും സംവിധാനം ഒന്നു തന്നെയായി ഇവിടെ നിലനിൽക്കുന്നത്. ഇനിയാണ് യഥാർത്ഥ അർത്ഥത്തിൽ ഒരു പുതിയ സർക്കാർ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്കായുള്ള ഒരു സർക്കാർ, വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി നിറവേറ്റുക തന്നെ ചെയ്യും. LDF और UDF, उनके जो यहां इकोसिस्टम है, जिन्होंने आंखों पे पटरी बांध करके बैठे हुए हैं, मेरी बात सुन लीजिए और थोड़ा दिमाग खोल करके सोचिए. आप देखते हैं केरला में ज्यादातर 5 साल LDF, फिर 5 साल UDF, 5 साल यानी वही आते जाते रहते हैं. आप मुझे बताइए, ऐसा क्या हुआ कि त्रिपुरा में 30 साल से ये लेफ्ट वालों की सरकार चल रही थी और उसके बाद वहां की जनता ने तंग आकर के, थक करके बीजेपी को मौका दिया और आज दोबारा वहां बीजेपी की सरकार चल रही है और वहां LDF का नामो निशान नहीं बचा है, लेफ्ट का नामो निशान नहीं बचा. कारण ये जो मिली भगत थी, बीजेपी के आने के बाद वो मिली भगत खत्म हो गई. बंगाल देखिए, 35-40 साल तक लेफ्ट ने राज किया था. वहां सरकार बदली और उसने लेफ्ट के खिलाफ जंग किया और परिणाम क्या हुआ? आज बंगाल में लेफ्ट वालों को चुनाव लड़ने के लिए उम्मीदवार नहीं मिल पाते हैं. लेकिन केरल में ऐसा नहीं होता है, इसलिए क्योंकि दोनों की मिलीभगत है. 5 साल तुम बैठो, फिर 5 साल हम आएंगे, न हम तुम्हें परेशान करेंगे, न तुम हमें परेशान करोगे.
अगर केरला को बचाना है, अगर केरला को आगे बढ़ाना है, तो एलडीएफ यूडीएफ की इस जोड़ी को तोड़ना ही होगा और परिवर्तन लाना ही होगा। നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ പറഞ്ഞു ഭരണം മാറുന്നുണ്ടെങ്കിലും എക്കോസിസ്റ്റം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇവിടെ നിലനിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബുദ്ധി ഉപയോഗിച്ച് അല്പം കൂടി ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ 5 വർഷം ഇടതുപക്ഷം 5 വർഷം വലതുപക്ഷം എന്ന രീതിയിലാണ് ഭരണം നടക്കുന്നത്. നിങ്ങൾ എന്നോട് പറയൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ത്രിപുരയിലെ ഉദാഹരണം എടുക്കാം. ത്രിപുരയിൽ 30 വർഷമാണ് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചത്. അതിനുശേഷം അവിടെ ജനങ്ങൾ മാറി ചിന്തിച്ചു, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം നൽകി. ഇന്ന് തുടർച്ചയായി 2ാം തവണയും ഭാരതീയ ജനതാ പാർട്ടി ത്രിപുര ഭരിക്കുകയാണ്. ഇന്നവിടെ എൽഡിഎഫിനെ പേരിന് പോലും കാണാൻ കിട്ടുന്നില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി വന്നാൽ ഇവരുടെ അഴിമതിയും ഐക്യവും നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ബംഗാളിന്റെ ഉദാഹരണം എടുത്താൽ 35-40 വർഷക്കാലം ബംഗാൾ ഇടതുമുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സർക്കാർ മാറി ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്ത് ഇന്ന് അവിടെ പുതിയൊരു സർക്കാർ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഇടതുപക്ഷത്തിന്റെ ടിക്കറ്റിൽ മത്സരിക്കാനൊരു സ്ഥാനാർത്ഥിയെ പോലും കിട്ടുന്നില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ സംഭവിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്, വിട്ടുവീഴ്ച രാഷ്ട്രീയമാണ്, ഐക്യമാണ് ഇതിന് കാരണം. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തെ രക്ഷിക്കണമെങ്കിൽ, കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ ഇടതു വലതു മുന്നണിയുടെ കൂട്ടുകക്ഷി ഭരണം, ഇവരുടെ ഐക്യത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിക്കണം. കാരണം ഒരാൾ പറയുന്നു, ഞാൻ ഭരണത്തിൽ വന്നാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങൾ ഭരണത്തിൽ വന്നാൽ ഞങ്ങളെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ കേരളം മുൻപോട്ടേക്ക് പോവുകയുള്ളൂ, കേരളം രക്ഷപ്പെടുകയുള്ളൂ. എന്റെ സുഹൃത്തുക്കളെ, बीजेपी स्टेट के विकास से देश के विकास का मंत्र लेकर चलती है. इसलिए हम केरला के विकास को प्राथमिकता देते हैं. लेकिन एलडीएफ केरला के विकास की दुश्मन बनी हुई है. एलडीएफ अपनी ताकत यहां केंद्र सरकार की योजनाओं को रोकने में लगी है. एलडीएफ केरला में पीएम आवास योजना अर्बन का नेक्स्ट फेज लागू नहीं कर रही. जहां हर घर तक नल पहुंचाने की स्कीम में देरी की जा रही है. एलडीएफ सरकार नहीं चाहती कि गरीबों के बच्चे भी पीएमसी जैसे आधुनिक स्कूलों में पढ़ाई करें. यहां की राज्य सरकार इस योजना के लाभ से केरला के स्टूडेंट्स को दूर रख रहे हुए हैं. ऐसी गरीब विरोधी एलडीएफ सरकार को सबक सिखाना बहुत जरूरी है. പ്രിയപ്പെട്ടവരെ, സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ കൂടി മാത്രമേ രാജ്യത്തിന്റെ വികസനം സാധ്യമാകൂ എന്ന മന്ത്രവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം കേരളം ഭരിക്കുന്ന എൽഡിഎഫ് ഇന്ന് വികസനത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. ഇന്ന് എൽഡിഎഫ് സർക്കാർ അവരുടെ എല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ നേട്ടം കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത്. കേരളത്തിലെ നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടുത്ത ഘട്ടം, 2ാം ഘട്ടം എൽഡിഎഫ് സർക്കാർ നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ വീടുകളിലും പൈപ്പുകളിൽ കൂടി ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയും ഇവിടെ ഇന്ന് നിലച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുടെ കീഴിൽ വരുന്ന ആധുനികമായ സ്കൂളുകളിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കേണ്ടതില്ല എന്നതാണ് ഇടത് സർക്കാരിന്റെ നയം. ഈ പദ്ധതിയുടെ നേട്ടങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുകയാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ശത്രുവായി മാറിയ ഇടത് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, बीजेपी एनडीए की केंद्र सरकार
गरीब का जीवन बेहतर बनाने में जुटी है। इसका एक और उदाहरण हमारे शहरों में रेहड़ी, ठेले, फुटपाथ पर काम करने वाले हमारे भाई बहन हैं। हमने इन्हें आर्थिक मदद देने के लिए पीएम स्वनिधि योजना बनाई। केरला सहित देश के लाखों ऐसे साथियों को पहली बार बैंकों से मदद मिलनी शुरू हुई। अब एनडीए की केंद्र सरकार ने एक और बड़ा कदम उठाया है। अब स्ट्रीट वेंडर्स को भी बीजेपी सरकार स्वनिधि क्रेडिट कार्ड देगी और इसकी शुरुआत देश भर के लोगों के लिए शुरुआत आज मैंने यहां केरला की धरती से शुरू किया है। പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാർ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ തെരുവ് കച്ചവടക്കാർ, തട്ടുകടക്കാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ. ഈ വിഭാഗത്തിൽപ്പെട്ട ദുർബലരായ മനുഷ്യരെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി നാം പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള നാടുകളിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് ഈ പദ്ധതി മൂലം പ്രയോജനം കിട്ടുന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പിഎം സ്വനിധി പദ്ധതി വന്നതുമൂലം ബാങ്കുകളിൽ നിന്ന് ആദ്യമായി സഹായം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മറ്റൊരു സുപ്രധാന ചുവടുകൂടി ഇന്ന് വെച്ചിരിക്കുകയാണ്. തെരുവ് കച്ചവടക്കാർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പദ്ധതി, ഇവിടെ ഈ രാജ്യത്തെ മുഴുവൻ തെരുവ് കച്ചവടക്കാർക്കും പ്രയോജനം കിട്ടുന്ന ഈ പദ്ധതിയുടെ രാജ്യവ്യാപകമായ ഉദ്ഘാടനം അല്പസമയം മുമ്പ് കേരളത്തിന്റെ ഈ പത്മനാഭന്റെ മണ്ണിൽ വെച്ചാണ് ഞാൻ നിർവഹിച്ചത്. एनडीए सुहृदगढ़े 2014 से पहले दिल्ली में 10 साल तक लेफ्ट के समर्थन से कांग्रेस की सरकार चलती थी। उस दौरान केरला के किसानों या यहां के फिशरमैन के लिए ना लेफ्ट ने कुछ किया और न ही कांग्रेस ने कुछ किया। दिल्ली में सरकार में बैठे थे तब भी नहीं किया। किसानों के नाम पर जो झूठे पैकेज घोषित होते थे उसका पैसा कांग्रेस और लेफ्ट के लोगों की जेब में पहुंच जाता था। किसान का पैसा किसान को मिले, इसके लिए एनडीए की केंद्र सरकार ने पीएम किसान निधि शुरू की। इसे केरला के लाखों किसानों के अकाउंट में 13,000 करोड़ 13,000 करोड़ रुपए सीधे मेरे केरल के किसान भाई बहनों के खाते में जमा हुए हैं। एलडीएफ और यूडीएफ के लोग चाहकर भी इस पैसों को लूट नहीं सकते। പ്രിയപ്പെട്ടവരെ, 2014 മുൻപുള്ള 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. ഈ കാലയളവിൽ കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യവും ഇടതുപക്ഷത്തിനോ സിപിഐഎമ്മിനോ കോൺഗ്രസിനോ അക്കാലത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സർക്കാരിൽ ഇരുന്നപ്പോഴും ചെയ്തിട്ടില്ല, പിന്തുണ കൊടുക്കുന്ന കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല. കർഷകരുടെ പേരിൽ വ്യാജ വാഗ്ദാനങ്ങളും പാക്കേജുകളും മാത്രമായിരുന്നു അക്കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടത്. കർഷകരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ മുഴുവൻ പണവും ഇടതു വലതു നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് അക്കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർഷകരുടെ പണം അവർക്ക് തന്നെ കിട്ടണമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിശ്ചയദാർഢ്യത്തെ തുടർന്ന് എൻഡിഎ സർക്കാർ രാജ്യത്തെ കർഷകർക്കായി കിസാൻ സമ്മാൻ നിധിയാണ് ഇന്ന് നടപ്പാക്കിയിട്ടുള്ളത്. ഈ പദ്ധതി മൂലം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 13,000 കോടി രൂപയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത്. ഈ പണം ഇന്ന് ഇടത് വലതു നേതാക്കൾ വിചാരിച്ചാൽ പോലും മോഷ്ടിക്കാൻ പറ്റത്തില്ല. ആ പറ്റാത്ത തരത്തിലേക്ക് കർഷകർക്ക് നേരിട്ട് പണം എത്തിച്ചിട്ടുണ്ട്.
सुहृदगण, फिशरमैन का हित भी एनडीए की प्राथमिकता है। पीएम मत्स्य संपदा स्कीम के तहत केरला को 1400 करोड़ रुपए की मदद मिली है। ये बीजेपी की केंद्र सरकार ही है जिसने फिशरीज के लिए अलग मंत्रालय बनाया है। पहली बार फिशरमैन के लिए भी किसान क्रेडिट कार्ड का बेनिफिट दिया है। हमने फिशरमैन के लिए 5 लाख तक के इंश्योरेंस की सुरक्षा भी दी है। डीप सी फिशिंग के लिए नावों के आधुनिकीकरण के लिए मदद दी है. സുഹൃത്തുക്കളെ, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമമെന്നുള്ളത് എൻഡിഎയുടെ പ്രഥമ പരിഗണനയാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന വഴി കേരളത്തിന് 14,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. മത്സ്യബന്ധനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. രാജ്യത്താദ്യമായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വലിയ ബോട്ടുകളുടെ നവീകരണത്തിനും കേന്ദ്ര സർക്കാർ ഇന്ന് സഹായം നൽകുന്നുണ്ട്. एनडीए सुहृद गए केरला को विकसित बनाने में हमारी युवा शक्ति की बहुत बड़ी भूमिका है, लेकिन कांग्रेस ने यहां की युवा शक्ति के साथ हमेशा धोखा किया. एनडीए के पास केरला के यूथ के लिए रोजगार के अवसर बनाने का रोडमैप है. आज पूरी दुनिया आत्मनिर्भर भारत अभियान में अपने लिए अवसर देख रही है. इसलिए गल्फ हो, यूरोप हो, दुनिया के अनेक देशों के साथ भारत बड़े समझौते कर रहा है. इन समझौतों का बहुत अधिक लाभ केरल को मिल सकता है, लेकिन इसके लिए यहां बीजेपी की डबल इंजन सरकार होना बहुत जरूरी है. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ കേരളത്തെ മാറി മാറി ഭരിച്ച 2 മുന്നണികളും കേരളത്തിലെ യുവാക്കളോട് വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള കർമ്മ പദ്ധതി എൻഡിഎയുടെ പക്കലുണ്ട്. ഭാരതം നടപ്പാക്കിയ ആത്മനിർഭർ പദ്ധതിയിൽ അവസരം കിട്ടുമോ എന്ന് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി, അത് മധ്യേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളാകട്ടെ, യൂറോപ്പാകട്ടെ, അവരുമായൊക്കെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഭാരതം ഇന്ന് വലിയ വലിയ കരാറുകളിൽ ഒപ്പിടുകയാണ്. ഈ കരാറുകളുടെ ഒക്കെ ഗുണം കേരളത്തിനും കിട്ടേണ്ടതാണ്. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ കേരളത്തിലും ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ടാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. सुहृदगणे, आधुनिक इंफ्रास्ट्रक्चर का निर्माण रोजगार का बहुत बड़ा माध्यम है. एलडीए हो या फिर कांग्रेस, ये इंफ्रास्ट्रक्चर नहीं बनाते. ये सिर्फ बड़े बड़े घोटाले करते हैं. लेकिन बीजेपी इंफ्रास्ट्रक्चर निर्माण से रोजगार निर्माण के विजन पर काम करती है. बीजेपी सरकार के प्रयासों के वजह से ही आज पूरा केरला में के रेल नेटवर्क का इलेक्ट्रिफिकेशन हो चुका है. आज यहां 3 वंदे भारत ट्रेनें चल रही है. थोड़ी देर पहले ही अनेक नई अमृत भारत एक्सप्रेस ट्रेनें भी शुरू की गई है. സുഹൃത്തുക്കളെ, ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് തൊഴിൽ കിട്ടുന്നതിന് വലിയ ഘടകമാണ്. പക്ഷേ ഇടതാകട്ടെ വലതാകട്ടെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുന്നതിൽ ഒരു ശ്രദ്ധയും കാണിച്ചിട്ടില്ല. പകരം വലിയ വലിയ അഴിമതികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിലൂടെ
ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നയം കാരണം ഇന്ന് കേരളത്തിലെ എല്ലാ റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 3 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ കൂടി ഓടുന്നുണ്ട്. അല്പസമയം മുൻപ് നിരവധി അമൃത ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ കൂടി ഓടുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. एनडीए शुरू गए इंफ्रास्ट्रक्चर से केरला में व्यापार और रोजगार कैसे बढ़ेगा, इसका एक बड़ा उदाहरण विजिंजम पोर्ट है. जब मुझे इस पोर्ट का लोकार्पण करने का अवसर मिला, उसके 6 मंथ्स में ही 6 महीने में ही करीब 150 वेसल्स और 3 लाख कंटेनर्स को इस पोर्ट पर हैंडल किया गया है. यानी ज्यादा लोगों को रोजगार मिला है. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തിന്റെ തൊഴിൽ മേഖല എങ്ങനെ വളരും എന്നതിന്റെ വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. എനിക്കാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. രാഷ്ട്രത്തിന് വിഴിഞ്ഞം സമർപ്പിച്ചത് 6 മാസത്തിന് ശേഷം വിഴിഞ്ഞത്ത് 150ഓളം വലിയ കപ്പലുകൾ, മദർ ഷിപ്പുകളും 3 ലക്ഷം കണ്ടെയ്നറുകളുമാണ് വിഴിഞ്ഞം തുറമുഖം വഴി കൈകാര്യം ചെയ്യപ്പെട്ടത്. കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നതോടെ കേരളത്തിന്റെ വ്യാപാര രംഗത്തിന് വലിയ കരുത്തുണ്ടാകും. एनडीए शुरू गए करप्शन ने केरला के डेवलपमेंट पर ब्रेक लगा दी है. एलडीएफ के राज में बैंकों में भी सेविंग सुरक्षित नहीं है. यहां जो कोऑपरेटिव बैंक स्कैम हुआ, इसमें गरीबों और मिडिल क्लास का पैसा लूटा गया है. किसी ने बच्चों की पढ़ाई के लिए, किसी ने बिटिया की शादी के लिए पैसे जमा कर रखा था, लेकिन लेफ्ट और कांग्रेस के लोगों ने वो भी लूट लिया. ऐसे लोगों को कड़ी सजा देना जरूरी है. आप एक बार बीजेपी को मौका दीजिए. जिसने आपको लूटा है उससे एक रुपया वसूला जाएगा. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് അഴിമതിയാണ്. LDF ഭരണത്തിൽ കേരളത്തിലെ ബാങ്കുകളിലെ നിക്ഷേപം പോലും സുരക്ഷിതമല്ലാതെയായി മാറി. സഹകരണ ബാങ്കിലെ അഴിമതി മൂലം സാധാരണക്കാരുടെ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. മക്കളുടെ വിദ്യാഭ്യാസത്തിനായും പെൺകുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായുമൊക്കെ സാധാരണ മനുഷ്യർ കരുതി വെച്ച പണമൊക്കെയും ഇടത് വലതു നേതാക്കന്മാർ കൊള്ളയടിച്ചു. ഇവർക്ക് കടുത്ത ശിക്ഷ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം തന്നാൽ നിങ്ങളുടെ മോഷ്ടിക്കപ്പെട്ട ഓരോ പണവും ഈ മോഷ്ടിച്ചവരിൽ നിന്ന് തന്നെ തിരികെ ഈടാക്കുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. एनडीए शुरू गए भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है. लेकिन एलडीएफ सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है. अब यहां गोल्ड के चोरी होने की खबरें आ रही है. मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी. और ये मोदी की गारंटी है. പ്രിയപ്പെട്ടവരെ, രാജ്യം മുഴുവൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഭഗവാൻ അയ്യപ്പനോട് ഈ രാജ്യം മുഴുവൻ അഗാധമായ ഭക്തി
ഭക്തിയും വിശ്വാസവുമാണുള്ളത്. എന്നാൽ ശബരിമലയുടെ മഹത്തായ പാരമ്പര്യത്തെ, വിശ്വാസത്തെ തകർക്കാൻ കിട്ടിയ ഒരവസരവും പാഴാക്കാത്തവരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ. ഇപ്പോൾ ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വരികയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായാൽ മുഴുവൻ ആരോപണങ്ങളെക്കുറിച്ചും നാം അന്വേഷണം നടത്തും. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ വാസന മുതൽ ജയിലിലാകുമെന്ന കാര്യവും ഞാൻ ഉറപ്പു പറയുകയാണ്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. एनडीए सुहृदगणे, मैं आपको कांग्रेस से भी सावधान करने आया हूं. कांग्रेस के पास विकास का कोई एजेंडा नहीं है. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. इसलिए देश में आज कांग्रेस को एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है. इसलिए आपको कांग्रेस से भी बहुत सतर्क रहना है. ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैब बना रहे हैं. कांग्रेस यहां केरला में भी कट्टरपंथियों को बढ़ावा दे रही है. ज्ञान, विज्ञान, आध्यात्म, आस्था, इसकी इस पवित्र धरती को कांग्रेस के मुस्लिम लीगी एजेंडे से हमें मिलकर के इस पवित्र भूमि को बचाना है. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ കയ്യിൽ വികസനത്തിനുള്ള ഒരു പദ്ധതിയുമില്ല. രാജ്യത്തെ കോൺഗ്രസ് എന്നുള്ളത് മാവോയിസ്റ്റുകളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകളായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ന് എംഎംസി കോൺഗ്രസ് എന്നായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് അറിയപ്പെടുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് കേരളത്തെ ഇന്ന് അവരുടെ വർഗീയ പരീക്ഷണങ്ങളുടെ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസ് വിഘടനവാദികളെ പിന്തുണയ്ക്കുകയാണ്. അറിവിന്റെ, ശാസ്ത്ര അവബോധത്തിന്റെ, ആധ്യാത്മികതയുടെ, വിശ്വാസത്തിന്റെ ഒക്കെ നാടായ നമ്മുടെ പവിത്രമായ കേരളത്തെ ഈ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് അജണ്ടയിൽ നിന്നും നമുക്ക് ഒരുമിച്ച് മുക്തരാക്കണം. കേരളത്തെ നമുക്ക് ഒരുമിച്ച് രക്ഷിക്കണം. साथियों, विकसित केरलम के लिए अब बड़े फैसले का समय आ गया है. अब केरला को नई पॉलिटिक्स चाहिए. 21st सेंचुरी के पहले 25 इयर्स तो चले गए, खत्म हो गए हैं. आने वाले 25 इयर्स के इसमें केरला को विकसित बनाने के लिए अब बीजेपी को डिसाइसिव मैंडेट चाहिए. इसलिए मैं केरला के लोगों से कहूंगा, यही समय है, सही समय है. नाउ इज द टाइम फॉर विकसित केरलम. नाउ इज द राइट टाइम फॉर एनडीए गवर्नमेंट. आइए बीजेपी के साथ केरला में विकास के नए युग की शुरुआत करें. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വികസിത കേരളം സാധ്യമാക്കാനുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത്. ഇതിനായി കേരളത്തിന് ഒരു പുതിയ രാഷ്ട്രീയം ആവശ്യമാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിലെങ്കിലും കേരളത്തെ വികസിതമാക്കണമെങ്കിൽ ഉറച്ച തീരുമാനം ആവശ്യമാണ്.
അതുകൊണ്ട് ഞാൻ കേരളത്തോട് പറയുന്നു, ഇതാണ് ശരിയായ സമയം, ഇതാണ് സമയം. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള യഥാർത്ഥ സമയം ഇതാണ്. വികസിത കേരളം സൃഷ്ടിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. NDA സർക്കാരിനുള്ള ശരിയായ സമയമാണിത്. വരൂ, നമുക്ക് ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേർന്ന് കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു തുടക്കം കുറിക്കാം. मेरे साथ बोलिए, भारत माता की जय. आप रहने दीजिए. भारत माता की, भारत माता की, भारत माता की. आज नेताजी सुभाष बाबू की जन्म जयंती भी है और वंदे मातरम के 150 साल. मेरे साथ बोलिए, वंदे 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 वंदे. बहुत बहुत धन्यवाद. ഒരുപാട് നന്ദി മോദിജി. കേരളത്തെ ഇത്രയേറെ സ്നേഹിച്ചതിന്, കടലോളം ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകർന്നതിന്, മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയതിന് ഒരുപാട് നന്ദി. ഈ ചടങ്ങിൽ ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്താൻ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.